പ്രിയമുള്ളവരെ നമസ്കാരം. പേരില്ലൂർ പ്രീമിയർ ലീഗ് വെബ് സീരീസുകളുടെ സമയപരിധിയില്ല എന്ന വിശാലമായ സാധ്യതയെ OTT എന്ന പ്ലാറ്റ്ഫോമിനെ രസകരമായും ബുദ്ധിപൂർവവും ഉപയോഗപ്പെടുത്തുകയാണ് പ്രവീൺ ചന്ദ്രൻ സംവിധാനം ചെയ്ത പേരില്ലൂർ പ്രീമിയം ലീഗ് എന്ന വെബ് സീരീസ്. വെറുതെ നീട്ടിപ്പരത്തി പറഞ്ഞു പോവുകയില്ല. രസച്ചരട് മുറിക്കാതെ ഒരു ദേശത്തിൻ്റെ കഥ ഏറെ രസകരമായി ഹൃദ്യമായി തന്നെ പറയുന്നുണ്ട് ഈ വെബ് സീരീസ്. പേര് പോലെ തന്നെ പേരില്ലൂർ എന്ന ഗ്രാമത്തിൻ്റെയും അവിടെയുള്ള ഒരു പറ്റം മനുഷ്യരുടെയും കഥയാണ് പേരില്ലൂർ പ്രീമിയം ലീഗ് പറയുന്നത്. ആകാശപ്പറമ്പിൻ്റെയും പാതാളക്കുഴിയുടെയും നടുവിലുള്ള പേരില്ലൂർ ഫ്ലക്സ് പ്രിൻറ്റിങ്ങും ഓൺലൈനുമൊക്കെ എത്തിത്തുടങ്ങിയെങ്കിലും ഇപ്പോഴും പേരില്ലൂരിലേക്ക് ബസ് സൗകര്യമൊന്നുമില്ല. വണ്ടികളുടെ നമ്പർ പ്ലേറ്റുകളിൽ PL എന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാങ്കല്പിക ഗ്രാമം. അധികാരത്തോടും അഴിമതിയോടും മാർത്തിയുള്ള വർഷങ്ങളായി പേരില്ലൂരിൽ ഭരണം തുടരുന്ന, ഭരണം നിലനിർത്താനായി ഏതറ്റം വരെയും പോകുന്ന പീതാംബരം മാസ്റ്റർ, തോറ്റു തോൽവിയുടെ മറ്റൊരു പര്യായമായി മാറിയ കേമൻ സോമൻ, ഇത്തവണ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങൂ എന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് പേരില്ലൂരിലെത്തിയ പെണ്ണുകാണൽ മാരത്തോൺ നടത്തുന്ന ശ്രീകുട്ടൻ, ജ്യോതിഷത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ മനക്കോട്ട കെട്ടുന്ന ജ്യോതിഷി അംബരീഷ്, നിരീശ്വരവാദ സംഘത്തിൻ്റെ നേതാവായ സതീശനും മകളും മുതൽ ഏറ്റവും സ്നേഹത്തോടെ കഴിയുന്ന രണ്ടുപേർക്കിടയിൽ പോലും സെക്കൻഡുകൾ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മിടുക്കുള്ള സൈക്കോ ബാലചന്ദ്രൻ വരെ നീളുന്ന വിചിത്ര സ്വഭാവമുള്ള ഒരു പിടി മനുഷ്യരുടെ നാട്. അവർക്കിടയിലേക്കാണ് BCom-ഉം MCom-ഉം പാസ്സായി ഉന്നത ഉദ്യോഗസ്ഥവും PhD പഠനവുമൊക്കെ സ്വപ്നം കാണുന്ന മാളവിക എത്തുന്നത്. അമ്മാവൻ്റെ നാടായ പേരില്ലൂരിലായിരുന്നു മാളവികയുടെ കുട്ടിക്കാലം. ജീവിതത്തിൽ ആദ്യമായി മാളവികയ്ക്ക് പ്രണയം തോന്നിയതും ഒരു പേരില്ലൂർക്കാരനോടായിരുന്നു. ഇഷ്ടം തുറന്നു പറഞ്ഞ മാളവികയെ ശ്രീകുട്ടൻ എന്ന ആ പേരില്ലൂർക്കാരൻ നിഷ്കരുണം നിരസിച്ചു. എന്നാൽ കാലം വീണ്ടും മാളവികയെയും ശ്രീകുട്ടനെയും മുഖാമുഖം നിർത്തി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പെണ്ണുകാണൽ ചടങ്ങിലൂടെ. പക്ഷേ അക്കരപ്പച്ച തേടി നടന്ന ശ്രീകുട്ടൻ വീണ്ടും മാളവികയെ നഷ്ടപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ അമ്മാവൻ പീതാംബരന് പകരക്കാരിയായി മാളവികക്ക് മത്സരിക്കേണ്ടി വരുന്നു. മാളവിക പെട്ടിയും ബാഗുമൊക്കെ തൂക്കി പേരില്ലൂരിലെത്തുന്നു. മാളവികയിലൂടെ നമ്മൾ പ്രേക്ഷകരും പേരില്ലൂരിനെ അറിഞ്ഞു തുടങ്ങുന്നു. ഇന്നാട്ടിന് ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് വർഷങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞ പീതാംബരം മാസ്റ്ററുടെ ഭാര്യയും മാളവികയുടെ അമ്മായിയുമായ ഗോമതിയുടെ ലൈവ് കമൻട്രിയും പേരില്ലൂരിലൂടെയുള്ള കാഴ്ചക്കാരുടെ യാത്ര സുഗമമാക്കുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും സഹികെട്ടും പേരില്ലൂരുകാരെ മാളവിക അടുത്തറിഞ്ഞു തുടങ്ങുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ പാവത്താന്മാരാണെന്ന് തോന്നുന്നുവെങ്കിലും പേരില്ലൂരുകാർ അത്ര നിഷ്കളങ്കരല്ല എന്ന് മാളവിക തിരിച്ചറിയുന്നു. സ്വാഭാവികമായ നർമ്മമുഹൂർത്തങ്ങളിലൂടെ വികസിക്കുന്ന പേരില്ലൂർ പ്രീമിയം ലീഗ് ഇടയ്ക്കിടയ്ക്ക് ചിരിയുടെ മാലപ്പടക്കത്തിന് തന്നെ തിരികൊളുത്തുന്നുണ്ട്. ത്രിശങ്കു സ്വർഗത്തിലായി പോയ മാളവിക എന്ന കഥാപാത്രത്തെ വളരെ കൈയടക്കത്തോടെ തന്നെയാണ് നിഖില വിമൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂക്ഷ്മമായ ഭാവപ്രകടനങ്ങളിലൂടെ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയും ധർമ്മസങ്കടവുമെല്ലാം പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിഖില വിമലിന് സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ വെബ് സീരീസിൽ ഉടനീളം ചിരിയുടെ സാന്നിധ്യമായി മാറുന്നുണ്ട് സണ്ണി വെയിൻ തന്നെയാണ് ഈ സിനിമയുടെ നായകന്മാർ. പേരില്ലൂരിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ പീതാംബരം മാസ്റ്ററായി നിറഞ്ഞാടുകയാണ് വിജയരാഘവൻ. ആദ്യാവസാനം പേരില്ലൂർ പ്രീമിയർ ലീഗ് ഒരു വിജയരാഘവൻ പടം തന്നെയാണെന്ന് തീർത്തു പറയാം. ആ വേഷത്തിലേക്ക് മറ്റാരെയും സങ്കല്പിക്കാനാവാത്ത രീതിയിൽ കഥാപാത്രത്തിന് പൂർണ്ണത നൽകാൻ വിജയരാഘവന് സാധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ ഒരു വേള പഞ്ചവടി പാലത്തിലെ ദുശാസനക്കുറിപ്പിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. വിജയരാഘവനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് അശോകൻ്റെ കേമൻ സോമൻ. ദയനീയമായി തോൽക്കുമ്പോഴും സോമൻ കാണിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തു പറയാതെ വയ്യ. അപാരമായ ആത്മവിശ്വാസം കൊണ്ടാണ് സോമൻ കേമനാവുന്നത്. സോമൻ്റെ ശരീരഭാഷയും മാനരസവുമെല്ലാം മികവോടെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ അശോകൻ. മുൻപേ പറഞ്ഞ ചിരി പോയ മനുഷ്യരിൽ മുഴിച്ചിരി ലൂസ് പട്ടം കൊടുക്കാവുന്ന കഥാപാത്രമാണ് അജു വർഗീസ് അവതരിപ്പിക്കുന്ന സൈക്കോ ബാലേന്ദ്രൻ. ഓരോ തവണ സൈക്കോ ബാലേന്ദ്രൻ സ്ക്രീനിലെത്തുമ്പോഴും
അടുത്തത് എന്താണാവോ എന്ന ജിജ്ഞാസ കൂടിയാണ് സമ്മാനിക്കുന്നത്. നടൻ എന്ന രീതിയിൽ കൂടുതൽ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജു വർഗീസിൻ്റെ പ്രയാണം. പേരിലൂരിൽ അത് പ്രകടമാണ് താനും. മാളവികയും ശ്രീകുട്ടനും പീതാംബരനും കേമൻ സോമനും അമ്മായിയുമൊക്കെ മെയിൻ കഥാപാത്രങ്ങളായി നിറഞ്ഞാടുമ്പോഴും പേരിലൂർ ഇവരുടെ മാത്രം സാമ്രാജ്യമല്ല. സ്ക്രീനിൽ വന്നുപോകുന്ന പേരിലൂർ ഗ്രാമത്തിലെ ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കും പറയാനൊരു കഥയുണ്ട്. സ്ക്രീനിൽ വന്നുപോകുന്ന പ്രശസ്തരും പുതുമുഖങ്ങളുമായ ഓരോരുത്തരും കഥാപാത്രങ്ങളെ തന്നെ ജീവിക്കുകയാണ് ഈ വെബ് സീരീസിൽ ഉടനീളം. E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ മുകേഷ് ആർ മേത്തയും CV സാരഥിയും ചേർന്നാണ് ഈ വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതിക വശങ്ങളിലും പേരിലൂർ മികവ് പുലർത്തുന്നുണ്ട്. ഭവൻ ശ്രീകുമാറാണ് എഡിറ്റിംഗ്. മുജീബ് മജീദാണ് സംഗീത സംവിധായകൻ. അനൂപ് വി ശൈലജയും അമീലും ചേർന്നാണ് ഛായാഗ്രഹണം. ഒന്ന് പേരിലൂർ വരെ പോയി വന്ന അനുഭവമാണ് ഓരോ ദൃശ്യങ്ങളും പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. നിങ്ങൾ ഈ പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.